വിശ്വജിത്തിനും നിലയ്ക്കും മുന്നേ ജിതിന്റെ കാർ വീട്ടിലെത്തിയിരുന്നു. വിശ്വത്ത് കാർ മുറ്റത്തേക്ക് ഒതുക്കിയപ്പോൾ തന്നെ ജിതിൻ വന്ന് നിലയുടെ സൈഡിൽ ഡോർ ഓപ്പൺ ചെയ്തു. ഇവള് ഉറക്കമായോ? ടയേർഡാണ് ആള്, കുറച്ചു നേരമായി ഉറങ്ങിയിട്ട്. വിളിക്കണ്ടല്ലേ, ഉറങ്ങിക്കോട്ടെ. ഉം വിശ്വത്ത് പറഞ്ഞതും ജിതിൻ അവളെ പൊക്കിയെടുത്തു. ഇവള് ഉറക്കം പിടിച്ചോ? കുഞ്ഞിനെ കിടത്തി വന്ന നീലിമയും ഷീജയും ജിതിൻ അവളെ എടുത്തുകൊണ്ട് ചെല്ലുന്നത് കണ്ട് തിരക്കി. മുന്നത്തെ പോലെ അവളെ താങ്ങി നിൽക്കാതെ വിളിച്ച് എഴുന്നേൽപ്പിക്ക് ജിതിനെ. ഈ കൊച്ചു ആദ്യമായി വീട്ടിലേക്ക് വരുമ്പോ ഇവൾ ഇങ്ങനെയാ ചെയ്യണ്ടേ? അമ്മമ്മ പറഞ്ഞപ്പോൾ ജിതിൻ തിരിഞ്ഞ് വിശ്വത്തിനെ നോക്കി. അവനൊരു ചിരിയോടെ കയറി വരാണ്. എണീപ്പിക്കേണ്ട അമ്മമ്മ, നല്ല ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതാ. വിശ്വത്ത് പറഞ്ഞത് കേട്ട് ജിതിൻ അവളെ കൊണ്ട് നേരെ മുറിയിലേക്ക് പോന്നു. സമയം 11 കഴിഞ്ഞു. ഈ സംസാരം നാളെയാവാം. വിശ്വ കിടന്നോട്ടെ. അച്യുതൻ പറഞ്ഞോടെ എല്ലാവരും കിടക്കാമെന്നായി. മോൻ എന്നാ മേലേക്ക് ചെന്നോ, അമ്മമ്മ ഒരു ഗ്ലാസ് പാല് കൊടുത്തുവിടാം. വേണ്ട അമ്മമ്മ, പാല് എനിക്ക് ശീലമില്ല. വിശ്വത്ത് അപ്പൊ തന്നെ അത് തടഞ്ഞു. ശരിടാ, കിടന്നോ, ഗുഡ് നൈറ്റ്. താഴേക്ക് ഇറങ്ങി വന്ന വഴി ജിതിൻ അവന്റെ പുറത്തുനിന്ന് തട്ടി മുകളിലേക്ക് പറഞ്ഞു വിട്ടു. വിശ്വത്ത് ജിതിൻ കാണിച്ച നിലയുടെ റൂമിലേക്ക് കയറി ചെന്നു. ബെഡിൽ അവൾ പുതച്ചുമൂടി ചെരിഞ്ഞു കിടപ്പുണ്ട്. അവിടുന്ന് പോരുമ്പോഴേ രണ്ടാളും വേഷം മാറി പോകുന്നത് നന്നായെന്ന് അവന് തോന്നി. ഡോർ അടിച്ച് ബെഡിൽ അവൾക്കടുത്തായി വന്നിരുന്ന് അവൻ ആ റൂം മൊത്തമായി ഒന്ന് നോക്കി. ഫോട്ടോകൾ അലങ്കാരം തീർത്തൊരു റൂം. അധികവും നിലയും നീലിമയും ഒന്നിച്ചുള്ളതാണ്. ഒന്നിൽ അച്ഛനും അമ്മയും ഒന്നിച്ചുള്ളതുണ്ട്. പിന്നെ എൻഗേജ്മെന്റിനെ കുറിച്ച് ഫോട്ടോസുകളും അവിടെ ഇടം പിടിച്ചിട്ടുണ്ട്. മുറിയിലാകെ ചുറ്റിത്തിരിഞ്ഞ കണ്ണുകൾ അവസാനം നിലയിൽ വന്നു തങ്ങി നിന്നു. ജിതിൻ AC അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടാണ് പോയത്. മുറിയിൽ വ്യാപിച്ചു തുടങ്ങിയ തണുപ്പിൽ പുതുപ്പ് വലിച്ചു പിടിച്ച് ചുരുണ്ടുകൂടിയാണ് അവളുടെ കിടപ്പ്. അവളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനിൽ നിറയുന്ന സന്തോഷത്തിന് അതിരില്ല എന്നുള്ളതാണ് സത്യം. ആ സന്തോഷം അവന്റെ മുഖത്തും പ്രകടമാണ്. ഇനിയും അവളെ നോക്കിയിരിക്കാൻ വയ്യാതെ അങ്ങനെയേ ബെഡിലേക്ക് കയറി കിടന്ന് അവളെ പൊക്കി നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി കഴിഞ്ഞിരുന്നു അവൻ. യാത്രാക്ഷീണം നല്ലോണം ഉള്ളതുകൊണ്ട് വളരെ വേഗം അവനും ഉറക്കം പിടിച്ചു. കുക്കറിന്റെ നെയ്യറ്റിയുള്ള 2 വിസിൽ മുഴങ്ങിയതും നില കണ്ണു തുറന്നു. കണ്ണു തുറന്നതും സ്ഥലകാലം ബോധം അവൾക്ക് പെട്ടെന്ന് വന്നു. കോളേജ് ടൈമിലെല്ലാം ഈ വിസിൽ കേട്ട് ഉണരൽ പതിവാണ്. അമ്മ വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന പതിവില്ല. ഈ ശബ്ദമൊക്കെ കേട്ട് എഴുന്നേറ്റ് പോന്നോളണം എന്നാണ് പണ്ടേ മുതലുള്ള ഓർഡർ. പഴയ ഓർമ്മകളിൽ ഒന്ന് ചുറ്റിത്തിരിഞ്ഞു വന്നപ്പോഴാണ് അടുത്ത് കമിഴ്ന്ന് കിടക്കുന്നവരിൽ അവളുടെ നോട്ടം പോയത്. പിന്നെ ഓരോന്നായി ഓർത്തെടുക്കാൻ ഒരു ശ്രമമായിരുന്നു. കാറിൽ ഇങ്ങോട്ട് പോകുന്നത് മാത്രം ഓർമ്മയിലുള്ളൂ. അടുത്ത് കിടന്നവനെ അവൾ നല്ലോണം ഒന്ന് നോക്കി. ജിതിനേട്ടൻ തന്നെ ആവും എന്നെ ഈ ബെഡിലേക്ക് കൊണ്ട് കിടത്തിയെന്ന് അവൾക്ക് ഉറപ്പിച്ചു. വിശ്വത്ത് ആദ്യമായി തന്റെ വീട്ടിൽ, തന്റെ റൂമിൽ താൻ നേരത്തെ ഉറങ്ങിപ്പോയത് മോശമായി പോയെന്ന് അവൾക്ക് സ്വയം തോന്നി. എന്തായാലും എൻട്രി മോശമായി, ഇനി ബാക്കി കളറാക്കാമെന്ന ചിന്തയിൽ അവനെ ഉണർത്താതെ അവൾ പയ്യെ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്ത് ഒരു കുളിയും പാസാക്കി. പിന്നെ വേഗം ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ ചെന്ന് മുടി ഒതുക്കി വെച്ചു. അവളിൽ നിന്ന് അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യഗ്രതയായിരുന്നു അവൾക്ക്. കബോർഡിൽ തപ്പി ഒരു പൊട്ടെടുത്ത് തൊട്ടു. സിന്ദൂരത്തിന്റെ സ്റ്റിക്ക് ഏത് ബാഗിലാണെന്ന്, ആ ബാഗ് എവിടെയാണെന്നോ തിരക്കാനുള്ള ക്ഷമ അവൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ലിപ്സ്റ്റിക് എടുത്ത് സിന്ദൂരമാക്കി. മഞ്ഞക്കുർത്തയും ലൂസ് പാന്റും ഒന്ന് ശരിക്കും പിടിച്ചിട്ട് സ്വയം നോക്കി സംതൃപ്തി വന്നിട്ടാണ് നില ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ ഒരു വേഷം കെട്ടലെ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവൾക്ക് ഇത്തിരി ചമ്മൽ തോന്നി. എന്നാലും രണ്ടും കൽപ്പിച്ചവൾ അടുക്കളയ്ക്ക് കയറി ചെന്നു. അമ്മമ്മയും ഷീജയും നീലിമയും സീമയും അടുക്കളയിലുണ്ട്. ഇന്നലെ രാത്രി വിശ്വത്തിനെ തനിച്ച് റൂമിലേക്ക് കയറ്റിവിടേണ്ടി വന്നതിന്റെ വല്ലായ്മയിൽ നിലയെ 2 വഴക്ക് പറയാൻ കാത്തിരുന്ന അമ്മമ്മ അവളുടെ പുതിയ മാറ്റത്തിൽ അതെല്ലാം മറന്നു. ഒരു പൊട്ടുകൂടി വയ്ക്കാതെ നടന്നിരുന്ന അവളുടെ മാറ്റം എല്ലാവരും സന്തോഷം തോന്നിച്ചു. സുന്ദരിയായിട്ടുണ്ട്. നീലിമ അവളെ കെട്ടിപ്പിടിച്ചു. വിശ്വ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു ചായ കൊണ്ട് കൊടുക്കും മോളെ. ഷീജ വേഗം ഫ്ലാസ്കിൽ നിന്ന് ചായ പകർത്തി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഷീജ എടുത്തു കൊടുത്ത ചായയുമായി അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഉറക്കം വിട്ട് എഴുന്നേറ്റിട്ടില്ല. നില അവന് അടുത്തേക്ക് എഴുന്നേറ്റ് മുടിയിലൂടെ വിരൽ കടത്തി ഒന്ന് കുടഞ്ഞു വിട്ടു. ഉറക്കം നഷ്ടപ്പെട്ട വല്ലായ്മയിൽ അവൻ കണ്ണു തുറന്നു. മുന്നേ ഇരിക്കുന്നവളെ കണ്ണു വിടർത്തി അവൻ നോക്കി. കാണുന്നത് സത്യമോ മിഥ്യയോ എന്നവൻ ശങ്കിച്ചു. നില ചിരിയോടെ അവന്റെ കവിളിൽ തടവി. ഗുഡ് മോർണിംഗ്. ഓ ഗുഡ് മോർണിംഗ്. അവൻ എഴുന്നേറ്റിരുന്നത് അവളെ ഒന്ന് ചുറ്റിപ്പിടിച്ചു. ഇങ്ങനൊരു മോർണിംഗ് ഒന്നും എന്റെ സ്വപ്നങ്ങൾ കൂടി ഇല്ലായിരുന്നു എന്റെ നിലയെ. അവൾ അങ്ങനെയെ കണ്ട സന്തോഷം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു. അപ്പൊ സന്തോഷം ഒട്ടും കുറയ്ക്കണ്ട, ദേ കയ്യിൽ ചായയും ഉണ്ട്. അവൾ ടേബിളിൽ നിന്ന് ചായ എടുത്ത് അവന് നേരെ നീട്ടി. അവനെ ചിരിയോടെ ഒന്ന് പിന്നോക്കം ആഞ്ഞിരുന്ന് അവളെ നോക്കി. എന്തേ? ചായ വാങ്ങാതെ അവന്റെ ഇരിപ്പ് കണ്ടവൾ തിരക്കി.
സാരി ആയിരുന്നെങ്കിൽ കുളിച്ചേനെ. ഞാൻ ദേ വരുന്നു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയപ്പോൾ നില സ്വയം ഒന്ന് നോക്കി. ഛേ, സാരി കൂടി സെറ്റ് ആക്കായിരുന്നു, അവൾ സ്വയം പറഞ്ഞു. വിശ്വത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നില സ്വയം ഒരു ആലോചനയിലാണ്. അവൻ അവളെ പിന്നിലൂടെ ചെന്ന് പുണർന്നു. രാവിലെ ഞാൻ ഉണരുമ്പോൾ ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന നില, അല്ലെങ്കിൽ ഉറക്കം വിട്ടുമാറാത്ത മുഖത്തോടെ എന്നെ വിളിച്ചുണർത്തുന്നവൾ, അല്ലെ ഞാൻ വിളിച്ചുണർത്തുമ്പോൾ മടിയോടെ വീണ്ടും ചുരുണ്ടുകൂടി കിടക്കുന്ന നില. ഇതൊക്കെയാ എന്റെ സങ്കല്പത്തിലെ എന്റെ നില. അതൊക്കെ മാറ്റി ഇങ്ങനെ വേഷം കെട്ടി നിൽക്കല്ലേ നീ. അവൻ അവളെയും പിടിച്ച് ബെഡിലേക്ക് ഇരുന്നു. ഈ പൊട്ട് വേണ്ട, ഇത് നിനക്ക് ശീലമില്ലല്ലോ. അവൻ അവളുടെ നെറ്റിലെ സ്റ്റിക്കർ പൊട്ടെടുത്ത് വിരലിൽ വെച്ച് തെരുത്തു. നീല അവനൊന്ന് പൂർപ്പിച്ചു നോക്കി. നോക്കണ്ട, കല്യാണത്തിന് അന്ന് തൃക്കണ്ണ് വന്നതുപോലെ അസ്വസ്ഥതയായിരുന്നില്ലേ പൊട്ട് വെച്ചിട്ട്. അത് സത്യമായതുകൊണ്ട് അവൾ ചിരിച്ചു. ഇനി ആ ചായ ഇങ്ങോട്ട് തന്നേക്ക്. പിന്നെ നാളെ മുതൽ ഈ പ്രഹസനം വേണ്ട. നീ കഴിക്കുന്നതിനൊപ്പം ഒരു ചായ തന്നാലും മതിയാവും. നീല അവനെ തന്നെ നോക്കിയിരിപ്പാണ്. എന്തിയെ? അവളുടെ ആ ഇരിപ്പ് കണ്ടവൻ തിരക്കി. അവൾ ഒന്നും പറയാതെ അവനെ മുറുകെ കെട്ടിപ്പിടിക്കാണ് ചെയ്തത്. അവനൊരു ചിരിയോടെ അവളെ മുറുകെ ചേർത്ത് പിടിച്ചു. അപ്പോ ഇനി ഇതാണ് മുന്നോട്ട് നമ്മുടെ ലോകം അല്ലേ? അവളെ അങ്ങനെ ചേർത്ത് പിടിക്കല്ലേ തന്നെ ആ റൂമിൽ കണ്ണോടിച്ചവൻ തിരക്കി. എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാ സാറ്റർഡേയും സൺഡേയും ചേട്ടനെയും കൊണ്ട് വീട്ടിൽ ഹാജർ വെച്ചോളാം എന്ന് ഞാൻ വൃന്ദയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. നടന്നു തന്നെ. ഞാൻ 2-3 ആഴ്ച കൂടുമ്പോഴാ പോക്ക്. അതെനിക്കറിയാലോ. അതല്ലേ ഞാൻ അവളുടെ ആവശ്യം അങ്ങ് സമ്മതിച്ചു കൊടുത്തത്. നീ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് നിന്നെ കാണാൻ കിട്ടിയിട്ട് വേണ്ടേ വീട്ടിൽ പോക്ക്? ഹോട്ടലിലെ കാര്യങ്ങൾ ഈ ടെൻഷനില്ല. ഞാൻ ചെന്നിലേലും ആളുകളുടെ വയറും മനസ്സും നിറയ്ക്കാൻ പറ്റുന്നവരൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ സെറ്റാക്കാനായിരുന്നു എന്റെ ഓട്ടം. പറയുന്നതിനൊപ്പം അവന്റെ മൂക്കിലും കവളും ഒരുപോലെ അവൾ വലിച്ചു വിട്ടു. അവൻ അവളുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്ത പോലെയാണ് ഇരിപ്പ്. സംസാരത്തിനിടയിൽ അവളുടെ കൈവിരലുകൾ അവന്റെ മുഖത്ത് പിച്ചിയും വലിച്ചും നോവിച്ചു വിടുന്നുണ്ട്. അതൊക്കെ ആസ്വദിച്ചു പോലെയാണ് അവന്റെ ഇരിപ്പ്. ഓരോ ചേർത്ത് പിടിക്കലും അവളുടെ ഇഷ്ടം നിറഞ്ഞൊഴുകാണ് അവനെ. ഇന്നെന്താ പരിപാടി? വിശ്വത്ത് തിരക്കി. ഇന്ന് നന്ദനേളച്ചനും സീമ മേമയും തിരിച്ചു പോവാണ്. നമുക്ക് കൂടെ പോയാലോ? പിന്നെന്താ, പോവാലോ. അവിടെ മാത്രമല്ല, വല്യച്ഛന്റെ വീട്ടിൽ കൂടി പോകാം. അവർ 2 ദിവസം കഴിഞ്ഞാൽ ചെന്നൈക്ക് മടങ്ങും. അതുമാത്രമല്ല, അവിടെ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ കൂടി ഉണ്ട്. എന്നാ താഴേക്ക് പോകാം. അവരൊക്കെ നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നു. 2 ആൾ കൂടി താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ മോനെയും പിടിച്ച് തിരിഞ്ഞിരിപ്പുണ്ട്. നില നേരെ ചെന്ന് മോനെ കയ്യിലെടുത്തു. ഷീജയെ, പിള്ളേരെത്തി, കഴിക്കാനെടുത്തോ. അടുക്കളയിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് വന്ന അച്ഛൻ അവരെ കണ്ട് കഴിക്കാൻ എടുക്കാൻ പറഞ്ഞു. കേൾക്കേണ്ട താമസം അമ്മമ്മയും ഷീജയും കൂടി കഴിക്കാനുള്ള എടുത്തു വെച്ചു. അച്യുതനും നന്ദനും വിശ്വതും ജിതിനും നിലയും സീമയും സൗരവും ഒന്നിച്ചു കഴിക്കാനിരുന്നു. കഴിച്ചു കഴിഞ്ഞ് അധികം വൈകാതെ നന്ദയും സീമയും സൗരവും പോകാൻ വരുന്നു. അവർക്കൊപ്പം നിലയും വിശ്വത്തും. നേരെ അവർ ചെന്നത് നന്ദന്റെ വീട്ടിലേക്കാണ്. അതായത് നകുലിന്റെ വീട്, നിലയുടെ തറവാട്. അവിടെ നന്ദനും സീമയ്ക്കൊപ്പം സീമയുടെ അമ്മ കൂടി താമസമുണ്ട്. പുതുപ്പെണ്ണും ചെക്കനും കൂടി അവർക്കൊപ്പം വരുന്നുണ്ടെന്ന് അറിഞ്ഞ് സീമയുടെ അമ്മ അവർക്കായി ചെറിയൊരു വിരുന്ന് ഒരുക്കിയിരുന്നു. അവർ അവിടെ എത്തുമ്പോൾ 12 മണി അടുത്തായിട്ടുണ്ട് സമയം. സീമയുടെ അമ്മ നൽകിയ കരിക്കും വെള്ളം കുടിച്ച് സൗരവിനെ കൂട്ടി അടുത്തുള്ള ബന്ധുവീടുകളിൽ ഒന്ന് തല കാണിച്ചു 2 ആളും കൂടി. ഉച്ചയൂണ് കഴിഞ്ഞ് വെയിലൊന്ന് താന്ന നേരം നിലയും വിളിച്ച് വിശ്വത്ത് പുഴയുടെ തീരത്തേക്ക് ചെന്നു. അവിടെ മാറ്റങ്ങൾ ഏറെയാണ്. എങ്കിലും പഴയ സ്റ്റെപ്പും അതിനോട് ചേർന്ന് ഒരു ചെറിയ കടപോൾ ഇടവും അതേപോലെയുണ്ട്. ആദ്യമായി നിലയെ അവൻ കണ്ട ഇടം, അവന്റെ ഉള്ളിലേക്ക് അവൾ കടന്നു ചെന്നിടം. അന്ന് കടവിൽ ജീവന് വേണ്ടി പിടഞ്ഞവളെ തന്റെ ജീവനാണെന്ന് തിരിച്ചറിഞ്ഞതും ഈ ഇടത്ത് തന്നെ. പഴയ ഓരോ നിമിഷവും അവൻ ഓർത്തെടുത്ത് പറയുമ്പോൾ ഓർമ്മകളിൽ അവ ചികഞ്ഞു നില പരാജയപ്പെട്ടു. 3 മണിയോടെ അവരോട് യാത്ര പറഞ്ഞ് വിശ്വത്തിന്റെ വല്യച്ഛന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു 2 ആളും. പുഴയ്ക്ക് മുകളിലെ പാലത്തിലൂടെ കാർ സഞ്ചരിക്കുമ്പോൾ എണ്ണമില്ലാത്ത വിധം അവളെ കാണാൻ ഈ പാലത്തിലൂടെ സൈക്കിൾ ഉരുട്ടിയതൊക്കെ അവൾക്കായി അവൻ ഓർത്തെടുത്തു. നേരെ വല്യച്ഛന്റെ വീട്ടിലേക്ക് പോവാതെ വിജയന്റെ പറമ്പിലേക്കാണ് അവർ പോയത്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ തറവാട്. ഞങ്ങൾ അങ്ങോട്ട് താമസം മാറിയ ഇടയ്ക്ക് തന്നെ തറവാട് പൊളിച്ചു. ഈ പറമ്പിന്റെ ഇപ്പുറമാണ് വല്യച്ഛന്റെ വീട്. നിലയ്ക്ക് ഓരോന്നും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ കാർ റോഡിന്റെ സൈഡിൽ ഒതുക്കിയിട്ട് അവളെയും വിളിച്ച് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. അവിടെ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പച്ചക്കറികൾ കണ്ട് നില അത്ഭുതത്തോടെ അവനെ നോക്കി. ഇതൊക്കെ ആര് നട്ടു വളർത്തുന്നതാണ്? ചുറ്റും നടന്നു നോക്കിക്കൊണ്ട് അവൾ തിരക്കി.
ഇതൊക്കെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ് നോക്കുന്നത്. ഇതിന്റെ അപ്പുറം ചാലക്കുടി പുഴയാണ്, വാ കാണിച്ചു തരാം. കിളുത്തു ഒരു വെണ്ടയ്ക്ക പറിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു കൊണ്ടവൻ അവളെയും പിടിച്ചു പറമ്പിന്റെ അറ്റത്തേക്ക് നടന്നു. പറമ്പിന്റെ അറ്റത്ത് വന്ന് നിന്ന് അവൾ പുഴയിലേക്ക് നോക്കി. പുഴയിൽ വട്ടം ചുറ്റി വരുന്ന കാറ്റ് അവളെ കഴുകിപ്പോയി. ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ഒരു കൂട്ടം കാണാം. വിശ്വത്ത് അവളുടെ കയ്യിൽ പിടിച്ച് തിട്ടിറക്കി പുഴയുടെ തീരത്തേക്ക് ചെന്ന് നിന്നു. ദോ അപ്പുറം കാണുന്ന ആ വീട് ആരുടെയാ? വിശ്വത്ത് ചൂണ്ടിയിടത്തേക്ക് നോക്കി അവളുടെ കണ്ണുകൾ വികസിച്ചു. ആ കാണുന്ന കടവിൽ ഒരു കുഞ്ഞിപ്പെണ്ണിനെയും കുറെ കൂട്ടുകാരെയും ചേച്ചിയെയും ഒക്കെ കാണാറുണ്ട്. ആ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വേണ്ടി മാത്രം എന്റെ എത്ര പകലുകൾ ഞാൻ ഈ തിട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിയോ? വിശ്വത്ത് അക്കരയ്ക്ക് നോക്കി പറഞ്ഞുകൊണ്ട് തിരിയുമ്പോൾ കാണുന്നത് അവനെ കണ്ണു നിറച്ചു നോക്കി നിൽക്കുന്നവളെയാണ്. തുടരും. സ്നേഹത്തോടെ, അഭിനവി.